ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ വല്ലക്കുന്നിലുള്ള കിരണിന്റെ വീട്ടിലാണ്. കിരണിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. കിരണിന്റെ കഴിവുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് അറിയാം. നമുക്കെന്തായാലും കിരണിന്റെ വീട്ടിലേക്കൊന്ന് കയറി ചെല്ലാം. ഇപ്പോ വല്ലക്കുന്നിലുള്ള നമ്മുടെ ഒരു കൂട്ടുകാരൻ കിരണിനെ കാണാൻ വേണ്ടി വന്നതാ. കിരണ് സാധാരണക്കാരനൊന്നല്ല. കിരണ് ഒരുപാട് നേട്ടങ്ങള് നേടിയിട്ടുണ്ട്. ആ നേട്ടങ്ങളെ കുറിച്ച് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. കിരണ് കിട്ടിയ പഠിത്തം കിട്ടിയ നേട്ടങ്ങളെ കുറിച്ച് അതെങ്ങനെ കിട്ടിയെന്നുള്ളത് ഒന്ന് വിവരിക്കാം. ഏകദേശം ഒരു 2015 ഞാൻ ഈ രുദ്രാക്ഷ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. കൊടുങ്ങല്ലൂർ അമ്പലത്തിന് മുന്നിൽ വെച്ച് സ്ട്രീറ്റ് വെൻഡേഴ്സിനെ കണ്ടു, അവരെ പരിചയപ്പെട്ടു, കുറച്ച് ഡീറ്റെയിൽസ് കിട്ടി. അപ്പൊ പിന്നെ അവര് വഴിയാണ് എനിക്ക് രുദ്രാക്ഷത്തിനെ കുറിച്ച് ഒരു അറിവ് കിട്ടിയത്. പിന്നെ ഒരു ക്രേസ് എന്ന രീതിയിൽ ഞാനിങ്ങനെ കളക്ഷൻ തുടങ്ങി. ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ശനിയും ഞായറും മുടക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് പോയി കളക്ട് ചെയ്ത് വെക്കും. ഓൾ കേരള ഏകദേശം പോയിട്ടുണ്ട്. അതിന് കളക്ട് ചെയ്യും. അത് 2015 സ്റ്റാർട്ട് ചെയ്തു. 10 കൊല്ലമായിട്ടുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് അവിടെ നിറച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 30,000. അതെല്ലാം രുദ്രാക്ഷങ്ങളാ. പല പല മുഖങ്ങളും പല പല വെറൈറ്റികളും ഉണ്ട്. അത് ഞാൻ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഉണ്ട്, മീററ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു. അപ്പൊ അത് രുദ്രാക്ഷ അനാലിസ്റ്റ് ആയിട്ടാണ് അവർ എനിക്ക് ചാർജ് തന്നിരിക്കുന്നത്. ലെക്ചറായിട്ട് പിള്ളേരുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നോർത്ത് ഇന്ത്യയിലാണ് കൂടുതൽ രുദ്രാക്ഷങ്ങളെ കുറിച്ച് അറിവുള്ളത്. ഇപ്പൊ കേരളത്തിൽ ഞാൻ അങ്ങനെ ഒരു സബ്ജക്ട് എടുത്ത് വെച്ചു. നമ്മുടെ തൃശ്ശൂർ കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട് പറഞ്ഞിട്ട്. പിന്നെ അവർ അംഗീകാരം തന്നു. ഈ അംഗീകാരങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? സെന്ററിൽ നമ്മുടെ ഇൻഫ്ലുവൻസർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡാണ്. അതായത് ഏകദേശം ഒരു 10,000-ഓളം രുദ്രാക്ഷങ്ങൾ വെച്ചാൽ ആദ്യം തുടങ്ങിയത്. അതിന്റെ വേൾഡ് റെക്കോർഡാണ് ആദ്യം കിട്ടിയത്, ഇൻഫ്ലുവൻസർ ബുക്ക്. പിന്നെ ഇത് വരുന്നത് ഡോക്ടർ BR അംബേദ്കറുടെ സേവാരത്ന അവാർഡാണ്. ഞാൻ ചാരിറ്റി പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സഹാറ ചാരിറ്റബിൾ ട്രസ്റ്റ്. പിന്നെ ഇത് വരുന്നത് നമ്മുടെ ഡോക്ടർ രാധാകൃഷ്ണ എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, 2ാമത്തെ ഡോക്ടറേറ്റ് അവരുടെ യൂണിവേഴ്സിറ്റി വന്നതാണ്. പിന്നുള്ളതാണ് ഓണറി ഡോക്ടറേറ്റ്. ഇത് ചാരിറ്റിക്ക് കിട്ടിയതാണ്, ഈ സഹാറ ചാരിറ്റബിൾ ട്രസ്റ്റ്. പിന്നെ ഇത് നാഷണൽ അവാർഡാണ്, രാഷ്ട്രീയ ഭൂഷൺ സമ്മാൻ എന്ന് പറഞ്ഞത്. നാഷണൽ അവാർഡുകളാണ് ഇത്, രാഷ്ട്രീയ ഭൂഷൺ. മെഡലുകളൊക്കെ അതെ, നമ്മുടെ ഏഷ്യ ബുക്ക്, ഏഷ്യയിലത്തെ തന്നെ. പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, കേരള ബുക്ക്, അതുപോലെ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്, ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡ്, അങ്ങനെ ഒരുവിധ എല്ലാ റെക്കോർഡും. ആ സൈഡുകളിലേക്ക് വരുന്നതും ഇതുപോലെ തന്നെയാണ്. ഇത് നമ്മുടെ ഗിന്നസിന്റെ ആണ്, ഗിന്നസ് റെക്കോർഡ്. പിന്നെ കോണ്ടിനെന്റൽ ഏഷ്യയുടെ തന്നെ. പിന്നെ നമ്മുടെ ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡ്. അതുപോലെ ഇത് ഇപ്പൊ ലേറ്റസ്റ്റ് വന്നതാ, നമ്മുടെ ശ്രീലങ്ക വേൾഡ് റെക്കോർഡാണ് അവരുടെ. നമ്മുടെ വല്ലക്കുന്നിന് വന്നു നമ്മളറിയില്ല. ഇത് നമ്മുടെ പ്രേക്ഷകര്, നമ്മുടെ നാട്ടുകാരും ഒക്കെ അറിയട്ടെ. സന്തോഷം. ഇന്നലെ ഞാൻ പഞ്ചായത്തിൽ നിന്നുള്ള അവരുടെ ഒരു അനുമോദനം കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിനെ കുറിച്ച് എന്തായാലും പരിചയപ്പെടുന്നത്. ഭയങ്കര സന്തോഷം. അപ്പൊ കിരണിന്റെ വീട്ടുകാരൊക്കെ എനിക്ക് പരിചയപ്പെടുത്താം. ഇതൊക്കെ എന്തിനു കിട്ടിയാന്ന് പറയുമ്പോ ഇതൊക്കെ ഇവരുടെ തന്നെ മൊമെന്റും ആണ്. ഏഷ്യ ബുക്ക്, ഇന്ത്യ, കേരള ബുക്ക്, അതുപോലെ തന്നെ പല പല റെക്കോർഡുകളും. ഇത് ഇന്നലെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കൊണ്ടു തന്നതാണ്. ഈ സർട്ടിഫിക്കറ്റുകൾ ഞാൻ ചൈൽഡ് ലൈൻ മെമ്പറാണ്, നാഷണൽ ലെവല്. പിന്നെ ബ്ലഡ് ഡോണർ, സേവ ആൻഡ് ഓർഫൻ, അങ്ങനെ കുറെ ചാരിറ്റിയില് മെമ്പറാണ്. കോവിഡ് സമയത്ത് പലരും ബ്ലഡ്. ഇത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്. അത് ഈ രുദ്രാക്ഷങ്ങൾ തന്നെ യൂട്യൂബ് ചാനലിൽ ഇട്ടു. എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, തൃശ്ശൂർ രുദ്രാക്ഷ എന്ന പേര്. അതിലൊരു 330ഓളം വീഡിയോസ് ഇട്ടിട്ടുണ്ട്, എവിടെ നിന്നൊക്കെ കിട്ടിയത് നമ്മുടെ കേരളത്തിൽ നിന്ന്. അപ്പൊ അത് പ്രകാരം ഏഷ്യയിലത്തെ ഗ്രാൻഡ് മാസ്റ്റർ എന്നുള്ള ഒരു ടൈറ്റിൽ എനിക്ക് തന്നത്, ഏഷ്യയിലത്തെ. ഇത് രണ്ടും മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്, മാസ്റ്റേഴ്സ് ഡിഗ്രി. പിന്നെ ഇത് പ്രൊഫസർഷിപ്പ്, അതായത് കോളേജിലെ കുറച്ചും കൂടി ഹയസ്റ്റ് പോസ്റ്റ്. ഇതെല്ലാം കൊണ്ട് അവരെന്നെ എനിക്ക്. ഇത് അടുത്ത തലമുറ മകള്. അതെ, മകള് 2.5 വയസ്സായിട്ടുള്ളൂ. കാണാം, അവരെ കാണാം. നമുക്ക് അവരുടെ വീട്ടുകാരൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് കിരണിന്റെ കുടുംബം. നമുക്ക് കിരണിന്റെ കുടുംബം ഒന്ന് പരിചയപ്പെടാം. കിരണ് ഒന്ന് പരിചയപ്പെടുത്താമോ? പറയാം. അമ്മ കൃഷ്ണകുമാരി ടീച്ചർ എന്ന് പറഞ്ഞാലാണ് എല്ലാരും അറിയാം. അമ്മ അവിടെ പഠിപ്പിക്കുന്നത് തൊമ്മാന സ്കൂളിലായിരുന്നു.
കാലിക്കട്ടിലുണ്ടായിരുന്നു. പിന്നെ ദേശമംഗലം. റിട്ടയർ ആയത് കടുപ്പശ്ശേരി ഗവൺമെന്റ് സ്കൂളിൽ നിന്നാണ്. റിട്ടയർ ആയി. റിട്ടയർ ആയി. അച്ഛനപ്പോ? അച്ഛൻ ആർമി ഓഫീസർ ആയിരുന്നു, ADS. ഇപ്പൊ റിട്ടയർ ആയിട്ട് നാട്ടിലുണ്ട്. ഇവിടെ വീട്ടിലില്ല, ഇപ്പൊ പുറത്തു പോയി. എന്റെ പേര് അഞ്ജലി. ഞാൻ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തില് അക്രഡിറ്റഡ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഈ മോളെ പറ്റി ഒരു കാര്യം കേട്ടോ. എന്താ മോൾക്കുള്ള പ്രത്യേകത ഒന്ന് പറയാമോ? മോള് ഇപ്പൊ ഡാൻസ് ചെറുതായിട്ട് കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2 വയസ്സായിട്ടുള്ളൂ. 2 വയസ്സായപ്പോഴേക്കും അപ്പോഴേക്കും വിദ്യാർത്ഥി തേടി ഇത്ര അധികം അതെ, ഇതൊക്കെ പുള്ളിക്കാർക്ക് കിട്ടിയതാണ്. മോളുടെ പേരെന്നാ? അതിഥി വാലന്റീന കിരൺ. അത് വാലന്റൈൻസ് ഡേക്ക് ജനിച്ചതുകൊണ്ട് വാലന്റീന പേര് കിട്ടു. എന്തായാലും വളരെ സന്തോഷമുണ്ട്. എന്തായാലും എനിക്ക് കിട്ടിയ ഭർത്താവ് നല്ലൊരു കഴിവുള്ള ആളാണ്. അതുപോലെ അമ്മയ്ക്ക് കിട്ടിയ മോൻ. എന്തായാലും നിങ്ങള് ഭാഗ്യമുള്ളവരാണ്. അവൻ പറഞ്ഞു രുദ്രാക്ഷൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങിയത് ഇത്രയും വലിയൊരു സംഭവമാക്കാന്ന് പറഞ്ഞാൽ അല്ലേ? മൊത്തത്തില് കേരളം മുഴുവൻ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. സന്തോഷം. നമ്മുടെ വല്ലക്കുന്നിന് ഒരു അഭിമാനാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. അച്ഛനെ ഞാൻ എനിക്ക് പരിചയമില്ല, എന്നാലും ആദ്യത്തെ ഇതിന് എനിക്ക് എതിരായിരുന്നു. സപ്പോർട്ട് ചെയ്തില്ല. ഇല്ല, തുടക്കം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അവൻ അവധി കിട്ടുന്ന ദിവസമൊക്കെ രുദ്രാക്ഷ അന്വേഷിച്ച് പോവുമായിരുന്നു. അപ്പൊ പറയാതെയാണ് പോവാ. അപ്പൊ വിളിക്കുമ്പോ ഇന്ന സ്ഥലത്താന്നൊക്കെ പറയും. അപ്പൊ ഞാൻ വഴക്ക് പറയാറുണ്ട്. ലക്ഷ്യമുണ്ടായിരുന്നു. റിസർച്ചിന്റെ ഭാഗമാണെന്നുള്ളത് വൈകിയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ഇപ്പൊ ഞാൻ ഇപ്പൊ അവനെ കുറിച്ച് ഞാൻ ഓർത്ത് അഭിമാനിക്കുന്നു. അവന് കിട്ടാത്ത അവാർഡുകളില്ല, എല്ലാ അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. പിന്നെ വാർഡിന്റെ നമ്മുടെ പഞ്ചായത്തിന്റെ മാത്രമേ കിട്ടാനുണ്ടായിരുന്നുള്ളൂ. അതിൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അത് ഇന്നലെ എല്ലാവരും വന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ, നല്ലവരായ നാട്ടുകാര് എല്ലാവരും വന്ന് നല്ലൊരു സ്വീകരണം കൊടുത്ത് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ സംഭവം ഉണ്ട് തരുവട്ടെ. അപ്പൊ ഞാനന്ന് പോയി നോക്കിട്ടായിരുന്നു. ഭാര്യക്ക് എങ്ങനെയായിരുന്നു സപ്പോർട്ട്? സപ്പോർട്ടാണ്. തമാശക്ക് ഇങ്ങനെ ട്രോളാറുണ്ട് സ്റ്റാർട്ടിങ്. പുള്ളിക്കാരും സപ്പോർട്ട് ഉണ്ട്. അതങ്ങനെയാണ്. ഭർത്താവ് ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ പുറത്തു പോകുന്ന ഭാര്യക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു ഉള്ളത് റിസർച്ചിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് വൈകിയാണ്. മോന് 2 ഡോക്ടറേറ്റ് കിട്ടിയത്. രണ്ടെണ്ണം ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, വേൾഡ് റെക്കോർഡ്, ഗിന്നസിന്റെ ഒക്കെ പേര് വന്നു. നിസ്സാര കാര്യമല്ല. എന്തായാലും ഒരുപാട് അഭിനന്ദനങ്ങൾ. വ്യക്തിപരമായിട്ട് ചെയ്തും ഇവിടെ നാടിന്റെ ഈ നാട്ടിലെ ഒരുവിധ ആൾക്കാരൊക്കെ നമ്മള് പരിചയമുള്ള അവരെ നാടിന്റെ പേരിലും അഭിനന്ദിക്കും. ഓക്കെ, താങ്ക് യു.